വീടിന്റെ മുൻവശത്തെ ഉറവ കണ്ടോ? എൻ്റെ ബാല്യകാലത്തിലൊക്കെ, ഞങ്ങളുടെയൊക്കെ സിന്ധുവിൻ്റെ എൻ്റെയൊക്കെ ബാല്യകാലത്തിലൊക്കെ നമ്മൾ ചെരുപ്പുകളൊന്നും ഇല്ലാതെ, പിന്നെ കുടയില്ലാതെയും ചേമ്പലയോ വാഴയിലയോ ഒക്കെ പിടിച്ച് പുസ്തകങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ സൈക്കിളിൻ്റെ ട്യൂബ് വെട്ടിയ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. ആ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോയിരുന്ന കാലങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ വരിക ഈ ഉറവ കാണുമ്പോഴേ. അന്ന് നമുക്ക് എല്ലാ വീടുകളിലും വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയങ്ങളല്ലേ. അന്ന് അത്രമാത്രം സാമ്പത്തികമുള്ള കുട്ടികളാണ്. നമ്മൾ അലൂമിനിയത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതുപോലെ അലൂമിനിയത്തിൻ്റെ ഒരു ചോറ്റുപാത്രം, അതിലൊക്കെയാണ് ഏറ്റവും വലിയ പണക്കാർ കുട്ടികളൊക്കെ പുസ്തകങ്ങളും ഭക്ഷണങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ അന്ന് ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അന്നത്തെ കാലഘട്ടം അതൊക്കെയായിരുന്നു. ആ ഓർമ്മകളൊക്കെ ഇന്ന് ഈ റോഡുകളൊക്കെ ടാറിട്ടു, വലിയ വലിയ സൗധങ്ങളായി, വീടുകളെല്ലാം മാറി വലിയ വലിയ സൗധങ്ങളായി. പക്ഷേങ്കിൽ ഇന്നും മാറാതെ നിൽക്കുന്നത് ഈ ഒരൊറ്റ ഉറവ മാത്രമേ. ഞങ്ങളുടെയൊക്കെ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കൂടെ നിറയെ വെള്ളമായിരുന്നു കുഞ്ഞായിരുന്നപ്പോ. ഞങ്ങളുടെ തിരുവല്ലയില അപ്പൊ ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കും. വെള്ളം താഴരുതേ അന്ന് പ്രാർത്ഥന. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. അല്ല, എത്രയോ പേര് വെള്ളം കേറി വീടിനകത്തും എല്ലാം കേറി ഓരോരുത്തര് ബുദ്ധിമുട്ടുന്നു. അപ്പൊ നമ്മൾ അന്ന് ചെറുതായിരിക്കുമ്പോ അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വരുമ്പോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അങ്ങനെ പറയും. പക്ഷെ ഇപ്പം കുട്ടനാട്ടിൽ ഞാൻ ഇന്നലെ പോയ സമയത്ത് ഒരുപാട് സ്ഥലം കൈനകരി എല്ലാം വെള്ളം കയറി കഴിഞ്ഞു. നമ്മൾ വലുതായതിനു ശേഷമാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. നമ്മുടെ തിരുവല്ലയിൽ അപ്പർ കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിലും ഇന്നലെ വെള്ളം കയറി. ഇപ്പോൾ കൈനകരി മങ്കൊമ്പ് ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായി. ഞാൻ ഇന്നലെ ആ ഭാഗത്ത് പോയ സമയത്ത് ഞാൻ ബുള്ളറ്റിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോകുന്നത്. നമ്മുടെ ബാല്യങ്ങളല്ലല്ലോ ഇപ്പോഴത്തെ ജീവിതം. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, എന്നാ പോയി റെഡിയാവാം, നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? ഞങ്ങള് കവിയൂര് ഗുഹാക്ഷേത്രത്തിലൊന്ന് പോവാ. നല്ല മഴയുണ്ട്, നല്ല സാരമില്ല. അത് കുറച്ച് നാളായിട്ട് പോണം. കുറച്ച് നാളായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നേ ഗുഹാക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇന്നെന്തോ തോന്നി, അപ്പൊ ഞങ്ങളൊന്ന് അവിടെ വരെ പോയിട്ട് വരട്ടെ. നിങ്ങളെ കൂടെ അമ്പലമൊക്കെ ഒന്ന് കാണിക്കാം. വേണ്ട ഇവാൻകുട്ടോ എവിടെ പോയിട്ട് വരിക? ഇവാന്റെ വാല് കണ്ടോ? ഇവൻ പോയിട്ട് ചക്ക വെട്ടിപ്പറിച്ച ചക്കയ്ക്കകത്ത് പോയി അരക്കിനകത്ത് പോയി പൊട്ടി. അങ്ങനെ ഇപ്പം വാലെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. കണ്ടോ? ഭയങ്കര കുസൃതി. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല. മൊത്തം ചക്കയരക്കായിരുന്നു വാല് മൊത്തം. എത്ര ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടെന്നറിയാം. ചക്കയരക്കെല്ലാം വെളിച്ചെണ്ണ തേച്ചിട്ടൊന്നും പോയില്ല. അവസാനം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ അവന് വേണ്ടി ചെലവാക്കി. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അച്ഛൻ്റെ അടുത്ത് വരും. ചട്ടമ്പി കുഞ്ഞനെന്തിയേ? മഴ ഉണ്ടോ? നമ്മുടെ നടുമുറ്റത്തെല്ലാം വേണ്ടേ. ഞങ്ങളുടെ നടുമുറ്റത്തെ പിച്ചിയാണ്. ഇഷ്ടംപോലെ പൂവുണ്ടായിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോ നല്ല മണമായി ഹാളിൽ പിച്ചിപ്പൂവിന്റെ. ഇവിടെ നമ്മള് രാത്രി ജനലൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് തുറക്കുന്ന സമയത്ത് നല്ല മണമാണ്, ഭയങ്കര മണം. കാരണം പിച്ചിപ്പൂവാ മൊത്തം. തറയില് മൊത്തം പൂക്കളാണ്. കണ്ടോ? ഇത് എവിടെ പോയിട്ട് വരുവാ ഇത്? മഴയത്ത് ഇറങ്ങിപ്പോയി പനി പിടിക്കല്ലേ? ഇവിടെ കയറി കിടന്നു. അച്ഛൻ അവിടെ തുണി വിരിച്ചിട്ടിരിക്കുന്നു. അവിടെ കയറിക്കോ കുഞ്ഞോട്ടാ. ഇങ്ങോട്ട് വാ. എവിടെ പോവാ? നമ്മുടെ മണിക്കുട്ടനെ നനയുമാണല്ലോ നോക്കുമായിരുന്നു. ഇനിയിപ്പം അടുത്ത ഒരു ജന്മത്ത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഒരുപാട് തവണ എല്ലാരെയും കാണിച്ചിട്ടുള്ളതാ, എന്നാലും ഒന്നുകൂടെ പറയാം. എപ്പോഴും അത് ആലോചിക്കുമ്പോ നമുക്കൊരു വിഷമമാണ്. ഇന്ന് രാവിലെ ഇപ്പൊ അവിടെ തൂക്കാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട്. എല്ലാ ദിവസവും അവിടെ ഞങ്ങൾ പൂക്കളിടാറുണ്ട്. ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മുടെ ഈ വീടിന്റെ ഇപ്പുറത്തെ വീടാ. ഞാൻ ആ വീട് കാണിക്കുന്നത്. ഈ വീട് കണ്ടോ? ഇവിടെ ഇപ്പുറത്തെ വീട്. ഇവിടെ ആള് താമസമില്ലേ. ഈ വീടിന്റെ ടെറസിന്റെ മുകളിലായിരുന്നു, അവിടെ ആയിരുന്നു പൂച്ചക്കുഞ്ഞ് പ്രസവിച്ചിരുന്നത്. തന്നെയല്ല, അവിടെ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം അങ്ങ് വെളിയിലൊക്കെയാ. അവരെപ്പോഴും ക്യാമറ നോക്കുന്നത്. നമുക്ക് അതിന്റെ മേളിൽ ഏണി വെച്ച് കയറാനോ എന്തെങ്കിലും നമ്മൾ കയറി ഏണിയൊക്കെ വെച്ച് അതിനെ പിടിക്കുവാണെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. തന്നെയല്ല, അതാണ്ട് രക്ഷപ്പെട്ടു പോയി. ഇപ്പം അത് അമ്മ കുഞ്ഞുങ്ങളെ പൂച്ച ഏതാണ്ട് 3-4 ഇടത്ത്
3-4 ഇടത്ത് അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറുമെന്നാ പറയുന്നു. അതിപ്പോ പോയിട്ട് ഇപ്പം അതിന്റെ അമ്മ എന്നും വരും നമ്മുടെ അവിടെ ഭക്ഷണം കഴിക്കാൻ. കുഞ്ഞുങ്ങളെല്ലാം സേഫാ, സുരക്ഷിതമായിട്ടിരിക്കും. ഞങ്ങൾ കണ്ടവരെ, അവര് കുറച്ചുകൂടി ഇപ്പൊ വളർന്നു. അവരെ ഇപ്പം നനയാത്ത ഭാഗത്തായിട്ട് അമ്മ കൊണ്ടുവച്ചിരിക്കുക. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാതെ, പക്ഷെ എനിക്ക് ഇവിടെ ഇന്ന് ലോങ് ആയിട്ട് അത് എടുക്കാൻ പറ്റത്തില്ല. നല്ല നനയാത്ത ഭാഗത്ത് ഇതേ അമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, അമ്മ കുഞ്ഞുങ്ങളുമായിട്ട് ഇതേ അവിടെ ഇരിക്കും. ഞങ്ങൾ എന്നും നോക്കാറുണ്ട്. അവിടെ ഷീറ്റ് ഇട്ടിരിക്കുക, ഷീറ്റിന്റെ കീഴിൽ നനയത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ എന്നും ഫുഡും കൊടുക്കും. അവരെപ്പോഴും ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വരും ഭക്ഷണത്തിനായിട്ട്. മാത്രമല്ല അന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ കണ്ണുപോലും വിരിഞ്ഞിട്ടില്ലായിരുന്നു. ആ കണ്ണ് വിരിയാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് എന്ത് ചെയ്യാനാ? ഇവാനും കുഞ്ഞിനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. നല്ല മഴയാ രാവിലെ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല മഴയുണ്ട്. ദേ കണ്ടോ, മഴ നല്ല പെയ്ത്താണ്. എന്നാലും നമ്മളെ പോകാൻ വേണ്ടി തീരുമാനിച്ചല്ലേ, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാം. കാക്കകളൊക്കെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം തേടി ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി അമ്പലത്തിലേക്ക് ഇപ്പൊ കവിയൂർ എത്തിയിട്ടുണ്ട്. അമ്പലത്തിന്റെ ഭാഗമില്ല, കവിയൂരമ്പലം ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. അപ്പം ഇവിടെ ഇന്ന് കയറുന്നില്ല, നല്ല മഴയാ, അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇറങ്ങുന്നില്ല. ഗുഹാക്ഷേത്രത്തിലോട്ട് ഞങ്ങൾ പോവാ. ഞങ്ങള് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴി തിരിഞ്ഞിരിക്കുക. ഇത് പണ്ടേ വഴിയെല്ലാം ഭയങ്കരമായിട്ട് പോയി കിടക്കുമായിരുന്നു. ഇപ്പം വഴിയെല്ലാം ഇന്റർലോക്ക് ഇട്ടു. ഈ കാണുന്ന പാറയുടെ ഉള്ളിലാണ് ഈ ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള വഴി ഒത്തിരി ഇല്ല. ഇങ്ങനെ അവിടെ കുറച്ച് കഴിയുമ്പോൾ ഇത് അവസാനിക്കുക. ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള പടിയുടെ അടുത്തെത്തി. അയ്യോ, ഇവിടെ മൊത്തം ചക്കയാണ്. വെളി ചക്ക കാണുന്നില്ല, എല്ലാം വീണു പോയി ചക്ക. ഞങ്ങള് ക്ഷേത്രത്തിന്റെ പടവിലേക്ക് കയറുവാണ്. ചക്കകൾ വീണ് കിടക്കുന്നുണ്ട്. എന്ത് ചക്കയാണ് വീണ് കിടക്കുന്നതെന്ന്. കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. ഈ കാണുന്ന ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളം വളരെ ചെറുതാണ്, പക്ഷേങ്കിൽ ഏത് ചൂട് സമയത്തും വരൾച്ചയിലും ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ടാവും. ശ്രീകോവിലിൻ്റെ മുന്നിൽ കാണുന്ന വലിയ പാറയായിരുന്നു. ഇത് വലിയൊരു പർവ്വതം തന്നെയാണ് ഈ പാറ. ഒരുപാട് ഏക്കറുകളുള്ളതാണ്. ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. തിരുമേനി നടയൊക്കെ അടച്ചു പോയി. പൂർണ്ണമായിട്ടും നല്ല കരിങ്കല്ലിലുള്ള ക്ഷേത്രമാണ്. ശ്രീകോവിലൊരു ദീപം തെളിഞ്ഞ് നിൽപ്പുണ്ട്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ തൊഴുതു തിരിച്ചിറങ്ങുന്നതാണ്. ഈ വലിയ 2 പർവ്വതം പോലുള്ള ഈ പാറയുടെ ഇടയിലായിട്ട് ഇത്രയും വലിയൊരു ആല് കളിച്ച് നിൽക്കുന്നു. നമ്മൾ കാറിൽ വന്ന സമയത്ത് കണ്ടില്ലേ, വലിയൊരു പാറ ഉണ്ട്. ആ പാറയെ കാണുന്നു. നമുക്ക് ഇവിടെ നീ ഒരു സൈഡേ കാണത്തുള്ളൂ. അങ്ങേവശമാണ് ഏറ്റവും ഉയർന്ന ഭാഗം. ഇതാണ് കവിയൂർ ഗുഹാക്ഷേത്രം. ഇത് ശിവക്ഷേത്രമാണ്. കവിയൂർ അമ്പലവും ശിവക്ഷേത്രം തന്നെയാണ്. പക്ഷേങ്കിൽ അവിടെ ഉപദൈവമായിട്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ കൊട്ടാരക്കര ഗണപതി അമ്പലവും ശിവക്ഷേത്രം തന്നെയല്ലേ, അവിടെയും ഗണപതി ഭഗവാന്റെ പേരിലല്ലേ അത് അറിയപ്പെടുന്നത് എന്ന്. അത് പതുക്കെ സൂക്ഷിച്ചിറങ്ങണേ, അവിടെ തെന്നിക്കിടക്കാണ്.
ആയതുകൊണ്ട് വെച്ചതാവാം, ചിലപ്പോൾ തന്നെ കളിച്ചതാവാം. ശിവക്ഷേത്രമല്ലേ, ഇതാ അവിടെ നിൽക്കുന്നുണ്ടോ? ഇതിൽ നിന്നായിരിക്കാം കൂളത്തിൻ്റെ ഇല പറിച്ച്. അതാണ്ട് ഇവിടെ 2-3 ഉണ്ട് കണ്ടോ, മാലയുണ്ട് അല്ലേ. അതിൽ നിന്ന് ഇല പറിച്ചായിരിക്കും ഭഗവാന് മാല കെട്ടുന്നത്. ഈ ക്ഷേത്രത്തിൽ അങ്ങനെ രാവിലെ 6 തൊട്ട് 9 വരെ 3 മണിക്കൂറേ ഉള്ളൂ പൂജ. അപ്പോൾ ആൾക്കാർ കൂടുതൽ വരാത്തത് കൊണ്ട് ഇവിടെ എല്ലാം തെന്നിക്കിടക്കുകയാണ്. ഇത് ഒരുപാട് ഏക്കറുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഇത് കണ്ടോ, നാടൻ പേരയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ടോ, നമുക്കൊരു രക്ഷയില്ല. ഇപ്പോൾ കയറി പറിക്കാൻ മഴയായതുകൊണ്ട്. ഒരുപാട് ഏക്കറുണ്ട് ഇത് കേട്ടോ, ഒത്തിരി ഏക്കർ, മൊത്തം പാറയാണ്. ആലോചിച്ച് നോക്കിയേ നമ്മൾ, എത്രയോ 8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം അന്നത്തെ കാലത്ത് ഇവിടെ എന്തുമായിരുന്നു. ഈ പൂവ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? മൊത്തം പൂക്കളാണ് കേട്ടോ. ഈ പാറ ഉണ്ടോ, ഇവിടെ ഈ കാണുന്ന പാറയ്ക്കകത്താണ് നമ്മുടെ ഗുഹാക്ഷേത്രമുള്ളത്. ഇതിനകത്തൂടെ, ഈ പാറയ്ക്കകത്തൂടെ തുറന്ന് കവിയൂർ അമ്പലത്തിലേക്ക്, ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് കവിയൂർ അമ്പലത്തിലേക്ക് ഗുഹ പോകുന്നുണ്ടെന്നാണ്. ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഈ പാറയുടെ മുകളിൽ കയറാൻ പറ്റും, അങ്ങേപ്പുറത്തൂടെ കയറാൻ പറ്റും. ഇപ്പോൾ എല്ലാം തെന്നിക്കിടക്കുക, ഇപ്പോൾ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കയറി എന്നാൽ നല്ല ഭയങ്കര വ്യൂ ആണ് കാണാൻ.